ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. ഇപ്പൊ നാട്ടില് ചക്കയുടെ കാലാണ്. അപ്പൊ എല്ലാവരുടെ വീട്ടിലും ചക്ക വരട്ടിയൊക്കെ കാണും. ഇപ്പൊ പുറത്ത് താമസിക്കുന്നവരാണെങ്കിലും നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ചക്ക വരട്ടിയൊക്കെ കാണും. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചക്ക വരട്ടി വെച്ചിട്ട് 2 തരത്തിൽ ചക്കയപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നാണ്. നല്ല ടേസ്റ്റിയാണിത്, എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി തന്നെയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അര കപ്പ് ചക്ക വരട്ടിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമുക്ക് അട നല്ല നേർമയായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയണില്ല, കാരണം ഓരോ മാവിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. അധികം ലൂസായി പോകാനും പാടില്ല, ഇലയിലൊന്നും ഒഴിക്കുമ്പോൾ ഒലിച്ചു പോകാനും പാടില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ചക്ക വരട്ടിയതിലും മധുരം ഉണ്ടെങ്കിലും ആ മധുരം നമുക്ക് തികയില്ല. കുറച്ച് കൂടുതൽ മധുരം ചേർത്താലേ വെന്ത് വരുമ്പോൾ കറക്റ്റ് മധുരമായിട്ട് ഇരിക്കുള്ളൂ. ഞാൻ എടുത്തിരിക്കുന്ന ശർക്കരയിൽ മണ്ണും പൊടിയൊന്നും ഇല്ല, അതാണ് ഞാൻ ചീകി എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ശർക്കരയിൽ മണ്ണൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ശർക്കര ഒന്ന് പാനി കാച്ചി എടുക്കുക. 1/4 കപ്പ് ശർക്കരയിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് പാനി കാച്ചിയിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പാനി കാച്ചിയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കും മുന്നേ ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിന്റെ അളവ് കറക്റ്റായിട്ട് വരില്ല. അപ്പൊ ഇതുപോലെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. തേങ്ങ ഇങ്ങനെ തന്നെ ചേർക്കണമെന്നില്ല, നമ്മൾ പായസത്തിനൊക്കെ മുറിച്ച് ചേർക്കില്ലേ, അതുപോലെ ചേർത്താലും മതി. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇല തീയിൽ കാണിച്ച് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റും. ലൂസായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നത്. ഇനി ഇത് മടക്കി വയ്ക്കാം. അരിക്കൊക്കെ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി വേറൊരു രീതി കാണിച്ചു തരാം. നേരത്തെ പോലെ തന്നെ മാവ് ഇലയിൽ പരത്തി കൊടുക്കുക. എന്നിട്ട് നടുക്ക് ഞാൻ കുറച്ച് തേങ്ങ വയ്ക്കാണ്. തേങ്ങയിൽ മധുരമൊന്നും ചേർക്കണില്ല, ഇത് അത്യാവശ്യം മധുരമുണ്ട്. ഇനി മധുരം ചേർത്താൽ കൂടിപ്പോവും. ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുക്കുക. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം ആവി കയറ്റിയെടുക്കാം. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അടുത്ത തരത്തിലുള്ള ചക്കയപ്പം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ചൂടാക്കി എടുക്കാം. വെള്ളം തിളച്ചു തുടങ്ങുമ്പോഴേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ശർക്കര വരട്ടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ശർക്കര വരട്ടി ഒന്ന് അലിഞ്ഞിട്ട് ഈ തേങ്ങയായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുക. ഈ ശർക്കര വരട്ടിയിൽ നേരത്തെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അധികമായിട്ട് ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കണ്ട. പിന്നെ നമ്മളിത് ഫില്ലിംഗ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കൂടുതൽ ശർക്കര ചേർത്താലും മധുരം കൂടിപ്പോവും. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി മാവ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ പോലെ തന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇലയിലോട്ട് പരത്തി കൊടുക്കുക. നമ്മളിതിൽ ഫില്ലിങ് വയ്ക്കാനുള്ളതാണ്, അപ്പോൾ കുറച്ച് നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്പൂൺ വെച്ച് പരത്തുന്നതിനേക്കാളും നമുക്ക് കൈകൊണ്ട് പരത്തിയെടുക്കാം. കൈകൊണ്ട് പരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നിയാൽ നമുക്ക് കുറച്ച് വെള്ളം കയ്യിൽ മുക്കിയിട്ട് പരത്തിയെടുക്കാം. ഞാൻ നേരത്തെ ഓണത്തിൻ്റെ സമയത്ത് പൂവട അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ് ഇതും പരത്തിയെടുക്കുന്നത്. അപ്പം അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നൈസായിട്ട് പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് കൂടുതലൊന്നും വയ്ക്കണ്ട, ഇതിന് നല്ല മധുരമായിരിക്കും. സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക.
ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നേരത്തെ അട വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇല ഒന്ന് മാറ്റി നോക്കുക. പെട്ടെന്ന് തന്നെ ഇളകി വരും. പിന്നെ നമ്മുടെ അടയുടെ കളർ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് വേവാൻ വയ്ക്കാം. വയ്ക്കുമ്പോൾ നമ്മൾ തിക്കി ഞെരുക്കി വയ്ക്കരുത്. ആവി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചില ഭാഗമൊന്നും വെന്ത് കിട്ടില്ല. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ 2 തരത്തിലുള്ള ചക്കയടയും തയ്യാറായിട്ടുണ്ട്. എല്ലാം മാറ്റി നോക്കാം. അപ്പോൾ ഇത് ബ്രൗൺ കളറിലുള്ളതും മറ്റേത് വെള്ള കളറിലുള്ളതുമാണ്. രണ്ടും നല്ല ടേസ്റ്റാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം നല്ല ബ്രൗൺ കളറിലിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ 2 രീതിയിലും ചക്കയട നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ രുചികരമായ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.